നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചേച്ചി, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് അവിടെ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അതിന് തൊട്ട് പിന്നെ നമ്മൾ വിചാരിച്ചു തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്, അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശ്വാസികളെ കൂട്ടുപിടിക്കാനുള്ള ഒരു തന്ത്രമൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നാലെ ഇങ്ങോട്ട് വലിയ രീതിയിലാണ് ശബരിമല അങ്ങ് വിവാദമാകുന്നത്. ഇപ്പോൾ അവിടെ ദ്വാരപാലക വിഗ്രഹവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സ്വർണ്ണപ്പാളി അതൊക്കെയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എടുത്തിടുന്ന ഒരു സാധാരണ ഒരു തന്ത്രം മാത്രമല്ല, അതിലേറെ ഇപ്പോൾ സ്ഥിതി വളരെ ഗുരുതരമായിരിക്കുകയാണെന്നാണ് ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗണപതി മിത്ത എന്ന് പറഞ്ഞവരും അയ്യപ്പന്റെ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാനും ഒക്കെ ശ്രമിച്ചവർക്ക് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം അയ്യപ്പൻ എന്താണെന്ന് ഇപ്പൊ അയ്യപ്പൻ തന്നെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. എന്നെ ആരൊക്കെ മോഷ്ടിക്കുന്നോ അവരെയൊക്കെ ഞാൻ തൂത്തുവാരി എറിയും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. കാരണം അതിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധപ്പെട്ട ഇതിലെ ഈ പറഞ്ഞോണം അതിനകത്ത് സ്വർണം പാളി കാണാനില്ല എന്നുള്ള ഒരു വിവാദം വരുന്നു. അത് കൊടുത്തത് ഉണ്ണികൃഷ്ണൻ പൊറ്റി തന്നെയാണ്. അവസാനം അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നു. വാസുദേവൻ നമ്പൂതിരിയുടെ കൈ കൊടുത്തു എന്ന് പറയുന്നു. അദ്ദേഹം സഹോദരിയുടെ കൈ കൊടുത്തു. അവസാനം ഏകദേശം ഇത് 2019 മുതൽ നടക്കുന്ന ഒരു സംഭവം ഇപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുകയാണ്. അത് കള്ളനെ തിരക്കി പോകുമ്പോൾ കള്ളനെ കിട്ടിയേ എന്ന് പറയുമ്പോൾ തിരിഞ്ഞു നോക്കുന്നത് കള്ളനാണ്, പറഞ്ഞു വിളിച്ചതും കൂകി വിളിച്ചതും കള്ളനാണേ എന്നുള്ള ഒരു ഭാഷയാണ് ഇപ്പോൾ പ്രയോഗിക്കേണ്ടിയിരിക്കുന്നത്. അതായത് എല്ലാ കള്ളന്മാരും തന്നെ ഇപ്പൊ അത് ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മുകളിൽ പഴിച്ചായിരുന്നു. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ദേവസ്വം ബോർഡിന് മുന്നിൽ പഴിച്ചായിരുന്നു. ഏതായാലും വി ഡി സതീശൻ ചോദിക്കുന്നത് പോലെ 4 കിലോ സ്വർണ്ണം എങ്ങോട്ട് പോയി അയ്യപ്പ എന്നുള്ളതാണ്. ആ 4 കിലോ എങ്ങോട്ട് പോയി നമുക്കറിയാം. ഇത് ഇപ്പൊ വിജയ് മല്യാണ്. ഇപ്പൊ 2019 ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നത്. അപ്പൊ അതിന് മുന്നേ വിജയ് മല്ലി അയ്യപ്പന് ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ, അതായത് അതിന്റെ ആ ഒരു ഇതിന് കവർ ചെയ്യുന്ന സ്വർണ്ണ പാളികൾ നൽകുന്നു. അത് ഏകദേശം 30 കിലോ സ്വർണ്ണം ഒന്നുണ്ടായിരുന്നു. അപ്പം അത് പക്ഷേ ഈ ഇതിനകത്ത് എഴുതിയേക്കുന്ന രജിസ്റ്ററിനകത്ത് എഴുതിയിരിക്കുന്നത് ചെമ്പ് പൂശിയ പാളികൾ. ഇനി ഒറിജിനൽ സ്വർണ്ണമാണോ എന്നുള്ളത് വിജയ് മല്ലിയെ പൊക്കിയാലല്ല ഇത് ചോദിക്കാൻ പറ്റും. പക്ഷെ അദ്ദേഹത്തിനെ കാണാനില്ലല്ലോ. പക്ഷെ അവർ എഴുതിയിരിക്കുന്ന സ്വർണം പൂശിയ പാളികൾ എന്നാണ്. സ്വർണം പൂശിയ പാളികളാണെങ്കിൽ തന്നെ 2019 വീണ്ടും സ്വർണം പൂശാൻ വേണ്ടിയിട്ട് എന്തിന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഈ പൂറ്റിയുടെ കയ്യിൽ കൊടുത്തു വിട്ടു? ഇതിൽ ദേവസ്വം ബോർഡോ ഉദ്യോഗസ്ഥർക്കോ ഇതിൽ ഒരു ഇതുമില്ലേ? ശബരിമല ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള ഇതിൽ എനിക്ക് ഏറ്റവും അധികം വലിയ ഒരു ഇതായിട്ട് തോന്നിയത് 2019 മുതൽ ആരായിരുന്നു ദേവസ്വം മന്ത്രി എന്നുള്ളത്. ഇപ്പൊ ജി സുധാകരന്റെ ഒരു പോസ്റ്റാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ ഭയങ്കര വിവാദമായിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അത് ന്യായമായിട്ടുള്ള കാര്യം. ഞാൻ ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്വർണ്ണപ്പാടിയും ആരും മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടില്ല. എല്ലാ അഴിമതിയും അവസാനിപ്പിച്ചിരുന്നതാണ് അന്ന്. ഇപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? അന്നൊന്നും ഞങ്ങൾ NSSന്റെ പുറകെയോ ഒരു സമുദായ സംഘടനയിലെ ഒരു നേതാവിനെ കാണാനോ പോയിട്ടില്ല. ഇതൊക്കെ നേരെ ചോദിക്കുന്ന ആർക്കിട്ടാണ്? പിണറായി വിജയൻ ഇട്ടുള്ള ഒരു കോട്ടാണ്. 3.5 വർഷം അത് ഞാൻ നന്നായിട്ട് തന്നെ ഭരിച്ചു. അന്ന് ഒന്നും അയ്യപ്പനെ ആരും എടുത്തുകൊണ്ട് പോയില്ല, ഒരു സ്വർണ്ണപ്പാളിയും കണ്ടിട്ടില്ല, ദേവസ്വം ബോർഡിന്റെ പ്രശ്നങ്ങൾ വന്നിട്ടില്ല, വിവാദങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ പിന്നെ ഈ കടന്നപ്പള്ളിക്കാണ് ആ ഒരു പദവി, ദേവസ്വം ബോർഡ് പദവി, മന്ത്രി എന്നുള്ളൊരു പദവി കൊടുത്തത്. അതിനുശേഷമാണ് ഈ വിവാദങ്ങളെല്ലാം പെടുന്നത്. അപ്പൊ എന്തിനാണ് ജി സുധാകരനെ എത്രയും വേഗം ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള കാരണം എന്ത് എന്നൊരു ചോദ്യം അദ്ദേഹം തന്നെ ഉയർന്നു. എന്താണ് കാരണം? അദ്ദേഹം ഒരു വാക്കു അവിടെ പറയുന്നുണ്ട്, രാഷ്ട്രീയം എന്ന ഉപരിമണ്ഡലമാണ് അയ്യപ്പനെ കാക്കുന്നത് എന്നുള്ളത്. അപ്പൊ എന്താണ് അവിടെ രാഷ്ട്രീയ ഉപരിമണ്ഡലം എന്നൊരു ചർച്ച ചെയ്യുന്നു. അയ്യപ്പനെ പോലും സുരക്ഷിതമാക്കുന്ന രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ളത്. അപ്പൊ ആ രാഷ്ട്രീയ ഉപരിമണ്ഡലത്തിൽ സംഭവിച്ചത് അവിടെ എന്താണ്? അതാണോ ഇവിടെ ഇപ്പോൾ ഇത്തരത്തിലുള്ള അഴിമതി ഉണ്ടാവാൻ കാരണം എന്നൊരു ചോദ്യം ഉണ്ടാവുന്നു. രാഷ്ട്രീയമായി സംരക്ഷണം ഇല്ലാതിരുന്ന അയ്യപ്പനെ കൊള്ള ചെയ്യാൻ ആൾക്കാരുണ്ടെന്ന് ജി സുധാകരൻ, അങ്ങനെ ജി സുധാകരൻ കുറെ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇത് ആർക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്? സ്വന്തം പണ്ടും ഇത്തരത്തിൽ CPIMനെ പ്രതിരോധിച്ചുകൊണ്ട് പല വിമർശനങ്ങളും ജി സുധാകരൻ പറഞ്ഞിരുന്നു. അപ്പൊ അദ്ദേഹത്തിനെ ധൃതി പിടിച്ചു മാറ്റാൻ എന്താണ് കാരണം? പകരം കടന്നപ്പള്ളിയെ വെച്ചതിന് ശേഷം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പറയുന്നത് 2019 ആദ്യ സ്വർണ്ണപ്പാളി പൂശൻ അദ്ദേഹത്തിന്റെ കൈ കൊടുത്തു വിട്ടതെന്ന് പറയുന്നു. ആ കൊടുത്തു വിട്ടതിൽ നിന്നാണ് 42 കിലോ ഉണ്ടായിരുന്നത് 38 കിലോയേ ഉള്ളൂ. ഇപ്പൊ നോക്കിയപ്പോ 4 കിലോ എങ്ങോട്ട് പോയി? അതിന് പ്രത്യുപകാരമായിട്ട് അയ്യോ അയ്യപ്പ ഞാൻ കൊള്ളയടിച്ചോ എന്നുള്ള ഇതിന് പകരമായിട്ട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ത് വയ്ക്കുന്നു? 2 പീഠങ്ങൾ പണിയിപ്പിച്ചു വയ്ക്കുന്നു, സ്വർണ്ണ പീഠങ്ങൾ പണിയിപ്പിച്ചു, അതിലും ചെമ്പ്. അപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു പിന്നാമ്പുറ കഥയിലേക്ക് വരുമ്പോൾ ഇദ്ദേഹം ഒരു ബ്ലേഡ് കമ്പനി നടത്തിയുന്ന ആളാണ്. പിന്നെ അതിനുശേഷം അയാള്
അയ്യപ്പ ക്ഷേത്രത്തിലെ ഒരു കീഴ്ശാന്തിയായിട്ട് ജോലി ചെയ്തിരുന്നു. അതിനുശേഷമാണ് ശബരിമലയിലേക്ക് ചില ഉദ്യോഗസ്ഥർ ചില വഴികളൊക്കെ വഴി അയ്യപ്പന്റെ സന്നിധിയിൽ എത്തുകയും അവിടുത്തെ ഒരു കീഴ്ശാന്തിയുടെ സഹായിയായിട്ടാണ് അദ്ദേഹം കൂടിയിരുന്നത്. കീഴ്ശാന്തിയുടെ സഹായിയാണ്, പക്ഷെ അവിടെ നിന്നുകൊണ്ട് പല ശാന്തിമാർക്കും അതേപോലെ തന്നെ ഈ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കും ഒക്കെ പ്രിയപ്പെട്ടവനായിട്ട് മാറുന്നു. ഇദ്ദേഹത്തിന് കർണാടകയിലെ ബംഗളൂരുവിലുള്ള ഒരു അയ്യപ്പ ക്ഷേത്രത്തിലായിരുന്നു ആദ്യം പൂജ ചെയ്തിരുന്നത്. അപ്പൊ അവിടെയുള്ള ചില ആൾക്കാരെയൊക്കെ അദ്ദേഹം സ്വരൂപിച്ചുകൊണ്ട് അവർക്ക് ചില ഈ അയ്യപ്പ ദർശനത്തിനൊക്കെ സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഇദ്ദേഹം ഒരു സ്പോൺസറായിട്ട് നിൽക്കുന്നു. ശബരിമലയും ഇവരുമായിട്ടുള്ള സ്പോൺസറായിട്ട് നിൽക്കുന്നു. പിന്നീട് അത് ഉയർന്ന് ചില വ്യവസായികളുമായിട്ട് സ്പോൺസർ ആകുന്നു. കാരണം ഇപ്പോൾ നമുക്കറിയാം അയ്യപ്പ ശബരിമലയിലെ അന്നദാനം ഒരു ദിവസം 6 ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത്. പക്ഷെ ഇദ്ദേഹം അതിന്റെ 5 ഇരട്ടി വാങ്ങിച്ചുകൊണ്ട് അന്നദാനം ചെയ്യുന്നു. അപ്പൊ എന്തിന് ഈ സ്പോൺസർഷിപ്പായിട്ട് ഇടയ്ക്ക് നിന്നുകൊണ്ട് ഇരട്ടി ലാഭം ഉണ്ടാക്കി കോടീശ്വരനാകുന്ന ഒരു വ്യക്തിയായി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. ഇദ്ദേഹത്തിനെ ആരാണ് ശബരിമലയിലേക്ക് പറഞ്ഞു വിട്ടത്? ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ്? ഇദ്ദേഹത്തിന്റെ പുറകിൽ ആരൊക്കെയുണ്ട്? ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇദ്ദേഹത്തിന് സഹായം ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഇടയ്ക്ക് ഒരു തന്ത്രി പറഞ്ഞു വിട്ടതാണ്. പറഞ്ഞു വിട്ടിട്ടും ചില രാഷ്ട്രീയ ഉദ്യോഗസ്ഥരുടെ ഒരു ഇത് കാരണം ഇദ്ദേഹം വീണ്ടും തിരിച്ച് ശബരിമലയിൽ എത്തുന്നു. ഇദ്ദേഹം തന്നെയാണ് അവിടുത്തെ ഒരു ചടങ്ങ്, അഷ്ടമംഗലി ചടങ്ങ് വരെ ഉണ്ടാക്കിയത്. അതിനുള്ള ഇത്രത്തോളം ഒരു സ്വാധീനം ശബരിമലയിൽ ഈ ആരാണ് ഉണ്ടാക്കി കൊടുത്തത്? ഇതൊക്കെ ചോദ്യം ഉയർന്നു. ഇന്ന് ഈ നിമിഷം വരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതിക്കാരി ഇല്ലാത്ത ആ ഒരു വിഷയത്തിൽ പിണറായി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിപ്പിച്ച ക്രൈംബ്രാഞ്ച് നെട്ടോട്ടം ഓടുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. KJ ഷൈൻ ടീച്ചറിന്റെ പേരിൽ ഷാജഹാനെതിരെ ഒറ്റ രാത്രി കൊണ്ടാണ് പോലീസ് തൂക്കിയെടുത്തോണ്ട് പോയത്. ഇത്രയും ഇത് ആരോപണങ്ങൾ ഉയർന്നിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ആ ഒരു പൂജയുടെ മേല് എന്തുകൊണ്ട് ആരും ഒരു കൈവിലങ്ങ് ഇടാൻ തയ്യാറാകുന്നില്ല? എന്തുകൊണ്ട് അത് അപ്രസക്തമായി പോകുന്നു? എന്തുകൊണ്ട് പിണറായി വിജയൻ അതിന് മൗനം പാലിക്കുന്നു? ദേവസ്വം മന്ത്രി എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? ഇതൊക്കെ ഭയങ്കര ചോദ്യങ്ങളാണ്. അതിന്റെയൊക്കെ ചോദ്യങ്ങളുടെ ഒരു ഉത്തരമാണ് G. സുധാകരൻ പറയാതെ പറയുന്നത്. കാരണം അതായത് രാഷ്ട്രീയം എന്ന ഉപരിമണ്ഡലത്തിലാണ് അയ്യപ്പൻ സുരക്ഷിതമായിരിക്കുന്നത്. ആ ഉപരിമണ്ഡലം ഇപ്പോൾ തകർന്നിരിക്കണം. അപ്പോൾ 2019 എന്തുകൊണ്ടാണ് G. സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? എന്തുകൊണ്ട് കടന്നപ്പള്ളിയെ കൊണ്ടുവന്നു? 2019 ശേഷം വീണ്ടും 2022 കാലഘട്ടത്തിൽ വീണ്ടും സ്വർണം പൂശാൻ, അതായത് 40 വർഷത്തെ ഗ്യാരണ്ടി പറഞ്ഞെടുത്ത് വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോയി. അപ്പൊ ഇത്തരത്തിൽ യഥാർത്ഥ സ്വർണ്ണപ്പാളി എവിടെ? വിജയമല്ലി കൊടുത്ത യഥാർത്ഥ സ്വർണ്ണപ്പാളി എവിടെ? അത് എവിടേക്ക് മോഷണം പോയി? ഇനി അത് ചെമ്പായിരുന്നു, ചെമ്പിനകത്ത് സ്വർണം പൂശിയതാണ് വിജയമല്ലി കൊടുത്തതെന്ന് പറയുമ്പോഴും വിജയമല്ലി അന്ന് പ്രത്യേകം അന്നത്തെ വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നു 30 കിലോയിലധികം കൊടുത്തു എന്നുള്ളത്. അപ്പൊ അതെവിടെ? ആ 30 കിലോ സ്വർണ്ണം എവിടെ? മാത്രമല്ല ശബരിമലയിൽ കോടാനുകോടി രൂപയാണ് ഓരോ വർഷം കിട്ടുന്നത്. ഇതിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകളില്ല. പലരും പറയുന്ന അതിനകത്തുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത് ചാക്കുകളിൽ കെട്ടിയാണ് ഈ സ്വർണ്ണമൊക്കെ എല്ലാ വർഷവും ഈ കർണാടക തമിഴ്നാട് നിന്നൊക്കെ വരുന്ന നിരവധി ആൾക്കാരുണ്ട്. അവരൊക്കെ എന്ന് വെച്ചാൽ സ്വയം മുഴുവനും സമർപ്പിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പം ചിലർ സ്വർണം അവരുടെ കയ്യിൽ സ്വർണ്ണമാലയാണ്, ആ മാലയൊക്കെ ഊരി അവിടെ ഇട്ടിട്ടങ്ങ് പോകും. അപ്പൊ അത്രയ്ക്ക് വിശ്വാസികളാണ്. അപ്പൊ ഇതൊക്കെ ഈ സ്വർണ്ണങ്ങളൊക്കെ ചാക്കിൽ വാരി കെട്ടി അവിടെയൊക്കെ ഇട്ടേക്കുന്നത്. ഇതിനൊന്നും കണക്കുകളില്ല. അപ്പൊ ഇതൊക്കെ തോന്നും പോലെ ഇഷ്ടമുള്ളവർക്ക് എടുത്തോണ്ട് പോവാം. സ്വർണ്ണപ്പാളിയൊക്കെ എടുത്തോണ്ട് ഒരു പോറ്റിയുടെ കൈ കൊടുത്തു വിട്ട് ശരിയാക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഈ ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണനെ കുറ്റപ്പെടുത്തുമ്പോൾ അവരെന്താണ് ചെയ്തത്? അവരറിയാതെ എങ്ങനെയാണ് ഈ സ്വർണ്ണപ്പാളി പുറത്തേക്ക് പോയത്? കൃത്യമായിട്ട് ക്ഷേത്രങ്ങളിലെ ഇത്തരത്തിലുള്ള ചില അറ്റകുറ്റപ്പണികൾ ക്ഷേത്രങ്ങളിൽ വെച്ച് തന്നെ നടത്തണം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മൾ കേട്ടതാണ്. അത് കോടതി നിർദ്ദേശമുണ്ട്. പക്ഷെ ഇതിനെയൊക്കെ വകവയ്ക്കാതെ ആരുടെ കയ്യിൽ കൊടുത്തിട്ടു? എന്നിട്ട് തിരിച്ച് എത്തിയത് മാത്രമല്ല, ഇപ്പോൾ ഒരു ഇതും കൂടെ ബ്രേക്കിംഗ് ന്യൂസ് വരുന്നു. 2019 സെപ്റ്റംബർ 14 ഒരു ഇന്റർനാഷണൽ വെബ് പോർട്ടലില് ഒരു ഇന്റർനെറ്റ് വെബ് പോർട്ടലില് ഒരു വാർത്ത വന്നിരുന്നു. ഒരു ഇതുമായിട്ട് ബന്ധം വിനീത് ജെയിൻ എന്ന് പറയുന്ന ഒരു ബംഗളൂരു വ്യവസായി ഇതിൽ പെട്ടു എന്നുള്ളത്. അദ്ദേഹവുമായിട്ടുള്ള ധാരണയുടെ പുറത്ത് ഉണ്ണികൃഷ്ണൻ അവിടെ കൊണ്ടുവന്ന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ ഒരു വാർത്ത വരുന്നുണ്ട്. അപ്പൊ എത്രമാത്രം ശരിയാണെന്നുള്ളത്. അപ്പൊ ബംഗളൂരുവിൽ ഇദ്ദേഹം 2019 പോയ അദ്ദേഹം 38 ദിവസം ലേറ്റ് ആയിട്ടാണ് ഈ പാളി കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത്. ഈ 38 ദിവസം എന്ത് സംഭവിച്ചു? ഇതൊക്കെ മാത്രമല്ല, കൊണ്ടുപോയ പാളിയിൽ 4 കിലോ എങ്ങനെ കുറഞ്ഞു വന്നു? ഈ പീഠത്തിൽ വീണ്ടും ചെമ്പ് പൂശി. ഇപ്പൊ ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ശബരിമല സ്വർണ്ണ ഇത് വിഷയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുമ്പോഴും ഒരുപക്ഷെ വിശ്വാസികളുടെ നേരെ കുതിർക്കുന്നത് എന്തുകൊണ്ടാണ് NSS പ്രതികരിക്കാത്തത്? സുകുമാരൻ നായർ എന്താണ് ഇതിന് പ്രതികരിക്കാത്തത്?
എന്താണ് പ്രതികരിക്കാത്തത്? വെള്ളാപ്പള്ളി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ശബരിമല ഇത്രയും വിഷയങ്ങളുണ്ടായി, എന്തുകൊണ്ട് അവർ സമുദായ സംഘടനകൾ പ്രതികരിക്കുന്നില്ല? BJP RSS എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അപ്പൊ ജി സുധാകരൻ നായർ വിരൽ ചൂണ്ടുന്നത് ചില രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് നേരെയാണ്, രാഷ്ട്രീയ കള്ളക്കളികൾക്ക് നേരെയാണ്. അതെന്താണെന്നുള്ളതാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് ഇപ്പൊ തേഞ്ഞു മാഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. ഇനിയും അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത. പ്രതിപക്ഷത്തിന് കിട്ടിയ വലിയൊരു ആയുധമാണ്, പക്ഷെ പ്രതിപക്ഷം മിണ്ടാതിരിക്കുന്നു അല്ലെ? ഇത് കത്തിക്കയറേണ്ടുന്ന ഒരു ആയുധമാണ്. കാരണം ഇത് ശബരിമല എന്ന് പറയുന്ന പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശബരിമലയോട് കാണിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട്. ആഗോള അയ്യപ്പ സംഗമം തന്നെ അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ്. അതിൽ NSSനെ SNDPയും കൂട്ടിച്ചേർത്തു. പക്ഷെ ഇതിൽ വിശ്വാസികൾക്ക് നേരെയുള്ള ഒരു നെഞ്ചിൽ തറയ്ക്കുന്ന ആണിയായിട്ടാണ് അയ്യപ്പന് നേരെ ഇവർ വിടുന്ന പല കാര്യങ്ങളും. അപ്പം അയ്യപ്പനെ കാക്കേണ്ടുന്ന ഇനിയിപ്പോൾ അയ്യപ്പന് മാത്രം ഉത്തരവാദിത്തമായിട്ട് മാറി. നേരത്തെ പത്മനാഭ നീ കാത്തോളനെ എന്ന് പറയുന്നത് പോലെ അയ്യപ്പ അങ്ങ് തന്നെ അങ്ങേ കാത്തോളനെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഇതിൽ നിരവധി ഗൂഢമായ കാര്യങ്ങൾ ശബരിമലയിൽ നടക്കുന്നുണ്ട്. കാരണം ഈ സ്വർണ്ണപ്പാളിയിൽ വിജയമല്ലിയിൽ സ്വർണം പൂശിയ പാളി സ്വർണം തന്നെയായിരുന്നു എന്ന് പറഞ്ഞെടുത്ത് പിന്നീട് അതെങ്ങനെ ബുക്കുകളിലെല്ലാം ചെമ്പിനകത്ത് സ്വർണം പൂശി വന്നത് എങ്ങനെയായി? എന്നിട്ട് ആ പൂശിയത് പോലും പിന്നെ കാണുന്നില്ല. ആ പൂശിയത് അങ്ങനെ ഇപ്പൊ വിജയമല്ലി പോലുള്ള ഒരു വ്യക്തി അങ്ങനെ പൂശി കൊണ്ടുവന്നപ്പം സ്വർണം പൂശിയത് എങ്ങനെ ഡാമേജ് ആവാൻ സാധ്യത? അത് വീണ്ടും പൂശാൻ കൊടുത്ത് വിട്ടത് തിരിച്ച് 4 കിലോ കുറഞ്ഞു വന്നു. അത് പൂശിയതും ശരിയല്ല, വീണ്ടും കൊടുത്തു വിടുന്നു. അപ്പൊ 40 വർഷമെങ്കിലും ഗ്യാരണ്ടി ഉള്ള സംഗതി എങ്ങനെ മങ്ങൽ വന്നു? അപ്പൊ സ്വർണം പൂശിയിട്ടില്ല. അപ്പം യഥാർത്ഥ സ്വർണ്ണപ്പാളി കാണാനില്ല. സ്വർണം പൂശിയതിനകത്ത് ഇത് വന്നിട്ടുണ്ട്, വീണ്ടും പൂശിയതിനകത്ത് വന്നിട്ടുണ്ട്, കൊടുത്ത പീഠത്തിനകത്തും ചെമ്പാണ്. അപ്പൊ ഇത് ഒരു ഭാഗം മാത്രം. പക്ഷേ കോടാനുകോടി അല്ലെങ്കിൽ അത്രയും രൂപയുടെ ബാക്കിയുള്ള സ്വർണങ്ങൾ എവിടെ? കണക്കുകളുണ്ടോ? ഇതൊക്കെ ശരിക്കും അന്വേഷിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. ദേവസ്വം വിജിലൻസ് എവിടെയാണ് ഇത്രയും നാൾ പോയത്? ഹൈക്കോടതിയുടെ വലിയ വിമർശനം ഉണ്ടായിരുന്നു. എവിടെയാണ് നിങ്ങൾ പോയത്? നിങ്ങൾ എന്താണ് കണ്ടെത്തുന്നത്? ഏതായാലും ഇത് ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങൾ വലിയ ചർച്ചയും വിവാദവും ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. ഹിന്ദു സംഘടനകൾ എവിടെ എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. നിങ്ങളുടെ സ്വത്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന വിശ്വാസത്തിന്റെ പുറത്ത് വിശ്വാസികൾ കൊടുത്ത, ദേവന് കൊടുത്ത സ്വത്താണ്. അതൊരു പക്ഷേ നിരവധി വികസന പ്രവർത്തനങ്ങൾ, ക്ഷേത്ര വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഹിന്ദു ഇപ്പം നമ്മൾ ഒരു കാണിക്ക കൊടുക്കുന്നു എന്ന് പറയുന്നത് ദൈവം നേരിട്ടിറങ്ങി നമുക്കൊന്നും ചെയ്യാനിട്ടില്ല. അപ്പം ഇത്തരത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സിലൂടെയാണ് നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നത്. അപ്പം ഒരുപക്ഷെ ഹിന്ദുമത വിശ്വാസികളുടെ ഉന്നമനത്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്വത്തുക്കളാണ്. അല്ലാതെ ഈശ്വരന് കൊടുക്കുന്ന ഈ ഓരോ തുണ്ടു പൈസകളും ക്ഷേത്രത്തിനും ക്ഷേത്ര വിശ്വാസികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നിങ്ങളുടെ സ്വത്ത് നിങ്ങൾ തന്നെ നോക്കുക. തത്വമസി എന്നത് ഈശ്വരൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിലാണ് നിങ്ങളുടെ ഈശ്വരനുള്ള ആ ഈശ്വരന് കിട്ടിയ സ്വത്ത്, അല്ലെ ആ ഈശ്വരന് സ്നേഹപൂർവ്വം വിശ്വാസികൾ സമർപ്പിച്ചത് എവിടെ എന്നൊരു ചോദ്യമാണ്. അപ്പം നിരവധി പ്രശ്നങ്ങൾ ശബരിമലയെ ചുറ്റി നടക്കുന്നത്. ഏതായാലും ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരും ഇതിന്റെ പ്രധാനപ്പെട്ട മേൽത്തട്ടിലുള്ളവരും അറിയാതെ ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങളും ഉണ്ടാവത്തില്ല. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരെ പൂട്ടാതിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിനകത്ത് ആർക്കും പൂട്ടാൻ പറ്റില്ല. പൂട്ടിയാൽ അദ്ദേഹം പലതും പുറത്തു വിടും. അത് പേടിച്ച് തന്നെയാണ് ഒരുപക്ഷെ പിണറായി സർക്കാർ ഉൾപ്പെടെ മിണ്ടാതിരിക്കുന്നത്. പക്ഷെ ഇതിന് കൃത്യമായിട്ട് ആരെങ്കിലുമൊക്കെ പരാതി കൊടുത്ത് CBI അന്വേഷണവും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ വിജിലൻസും ഒക്കെ വരേണ്ടുന്ന, വിജിലൻസ് വേണ്ട, അതിക്കും മേലെയുള്ള കേന്ദ്ര അന്വേഷണങ്ങളൊക്കെ വരേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു.